പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിജം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം അഷ്ടമസ്കന്ധം അഷ്ടമോധ്യായ. ശ്രീശുക ഉവാച പീതേ ഗരേ വൃഷാങ്കേണ പ്രീതാസ്തേ മരദാനവാ മമന്ധു തരസാ സിന്ധും അവിർധാനീ തതോഭവൽ. ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുകയാണ്. പീതേ ഗരേ വൃഷാങ്കേണ. വൃഷാങ്കൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. പരമേശ്വരനാൽ ഇപ്രകാരം ഗരേ പീതേ, ആ കാളകൂട വൃക്ഷം പാനം ചെയ്യപ്പെട്ട സമയത്ത് പ്രീത തേ അമരദാനവ, ദേവാസുരന്മാർക്ക് എല്ലാവർക്കും പ്രീതരായി. അവരെ പിന്നെ കടയാനങ്ങോട്ട് തുടങ്ങി. സിന്ധും തരസാ മമന്തു, ഉടനെ തന്നെ കടഞ്ഞു തുടങ്ങി. അപ്പോഴോ പിന്നീട് ആദ്യം ഉണ്ടായത് എന്താണ്? തഥ അവിർധാനി അഭവൽ. അവിർധാനി എന്ന് പറഞ്ഞാൽ കാമധേനു. താം അഗ്നിഹോത്രീം ഋഷയോ ജഗൃഹു ബ്രഹ്മവാദിന യജ്ഞസ്യ ദേവയാനസ്യ മേധ്യായ ഹവിഷേന്ദ്രവാ. പരീക്ഷിത്തെ താം അഗ്നിഹോത്രീം, ആ കാമധേനുവിനെ എന്താണ് ഈ യജ്ഞത്തിന് വേണ്ട എല്ലാ സംഭാരങ്ങളും ഒരുക്കുന്ന കഴിവുള്ളതാണ് കാമധേനു എന്ന് പറഞ്ഞാൽ. ആ നെയ്യ്, പാല്, മറ്റുള്ള എന്ത് വസ്തുക്കളും യജ്ഞത്തിന് വേണ്ട പലതും ഈ കാമധേനുവിന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അഗ്നിഹോത്രി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അഗ്നിഹോത്രിയായുള്ള കാമധേനുവിനെ ബ്രഹ്മവാദിന ഋഷയ ദേവയാനസ്യ, അതായത് വേദജ്ഞന്മാരായിട്ടുള്ള മഹർഷിമാര് ദേവയാന പ്രാപ്തിക്ക് ഉതകുന്ന യജ്ഞത്തിൻ്റെ ആവശ്യത്തിനായിട്ട് മേധ്യായ ഹവിഷേ ജഗൃഹു, പരിശുദ്ധമായുള്ള ഹവിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വീകരിച്ചു. തഥ ഉച്ചൈശ്രവാ നാമ അയോഭൂൽ ചന്ദ്രവണ്ടുര തസ്മിൻ ബലി സ്പൃഹാം ചക്രേ നേന്ദ്ര ഈശ്വര ശിക്ഷയാ. അതിനുശേഷം തഥാ ചന്ദ്രപാണ്ഡുര, നല്ല ചന്ദ്രനെ പോലെ വെളുത്ത നിറത്തിലുള്ള ഉച്ചൈശ്രവ നാമ, ഉച്ചൈശ്രവസ് എന്നു പേരുള്ള കുതിര അഭൂർ, കുതിര ഉണ്ടായി. ബലി തസ്മിൻ സ്പൃഹാം ചക്ര, മഹാബലിക്ക് ആ കുതിരയിൽ ആഗ്രഹം ഉണ്ടായി. ഈശ്വര ശിക്ഷയാ ഇന്ദ്ര ഭഗവാന്റെ ആദ്യത്തിന് ഉപദേശിച്ചെന്നെ അങ്ങനെ പലതും വരും, അതിലൊന്നും അങ്ങനെ ആഗ്രഹം പാടില്ല എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഇന്ദ്രൻ ആഗ്രഹം കാണിച്ചില്ല, മഹാബലിക്കായി എടുത്തു എന്ന് പറയണം. അതിനുശേഷം തഥ ഐരാവതോ നാമ വാരണേന്ദ്രോ വിനിർഗത ദന്തൈ ചതുർഭി ശ്വേതാർദ്രേർ ഹരൻ ഭഗവതോ മഹിം. തഥ അതിൽ പിന്നെ ഐരാവതം എന്ന്, ഐരാവതോ നാമ വാരണേന്ദ്ര, ഐരാവതം എന്ന് പേരുള്ള ഗജവീരൻ എങ്ങനെയാണ്? ചതുർഭി ദന്തൈ, ആ 4 കൊമ്പുകളെ കൊണ്ട് ഭഗവത ശ്വേതാദ്രേ മഹിം ഹരൻ. എങ്ങനെയാണ്? സാക്ഷാൽ പരമേശ്വരൻ്റെ ആ വെള്ളിമലുണ്ടല്ലോ കൈലാസം, അതിൻ്റെ മഹിമയെ ഹരൻ അടർത്തിയെടുത്തു കൊണ്ടുവന്നോണം അത്ര ശുഭ്ര നിറത്തിലുള്ള ആ ഐരാവതം എന്നുള്ള വെള്ളാനിയാണ് വിനിർഗത പുറത്തു വന്നത്. അതിനുശേഷം കൗസ്തുഭാഖ്യം അഭൂൽരത്നം പത്മരാഗോ മഹോദരേ തസ്മിൻ ഹരി സ്പൃഹം ചക്രേ പക്ഷോലങ്കരണേ മണൗ. ആ മഹോദരേ പിന്നീട് ആ മഹാസമുദ്രത്തിൽ നിന്ന് കൗസ്തുഭം എന്നു പേരുള്ള പത്മരാഗരത്നം ആണ് അഭൂൽ ഉണ്ടായത്. ഭക്ഷോലങ്കരണെ, തൻ്റെ മാരടത്തിൽ അലങ്കരിക്കുവാനായിട്ട് തസ്മിൻ മണൗ, ആ രത്നത്തിൽ ഹരി സ്പൃഹാം ചക്രേ, മഹാവിഷ്ണു ആഗ്രഹം കാണിച്ചു. അത് തനിക്ക് ആയിക്കോട്ടെ എന്ന് മഹാവിഷ്ണുയുടെ ആഗ്രഹം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ആ വക്ഷസിൽ അതങ്ങനെ ശോഭിക്കുകയും ചെയ്തു. തഥോഭവൽ പാരിജാത സുരലോക വിഭൂഷണം പൂരയത്യർത്ഥിനോയോർത്ഥൈ ശശ്വൽ ഭുവി യഥാഭവൻ. അതിനുശേഷം സുരലോക വിഭൂഷണം, ദേവലോകത്തിന് മുഴുവൻ അലങ്കാരം ആയിട്ടുള്ള പാരിജാത, അപ്പോൾ പാരിജാതം കൽപ്പവൃക്ഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഭൂവി ഭവാന്യത, എങ്ങനെയാണ് ഒരു വിശേഷണം ഇവിടെ കൊടുക്കുന്നത്? ഉപമ, ഭൂലോകത്തിൽ അങ്ങ് ഏതുമാതിരിയാണോ അതുപോലെ അർത്ഥൈ
ശശ്വൽ പൂരയതി, അതിൻ്റെ ആ പാരിജാതത്തിൻ്റെ അടുത്ത് ചെന്ന് ആഗ്രഹിക്കുന്ന എന്തഭിഷ്ട ആഗ്രഹിച്ചാലും അതിനെയൊക്കെ ആ അഭിഷ്ട വസ്തുക്കളാൽ അവരെല്ലാവരെയും നിറയ്ക്കും ഈ പാരിജാതം എന്ന് പറയണം. അങ്ങും ഇതേമാതിരിയാണ് ഈ ഭൂമിയിൽ രാജാവായിട്ട് തൻ്റെ ആശ്രിതന്മാരെ തന്നെ ആശ്രയിച്ച് അല്ലെങ്കിൽ തന്നെ അപേക്ഷിച്ച് വരുന്ന എല്ലാവർക്കും എന്താ വേണ്ടച്ച കൊടുക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിനെ ഒന്ന് സ്തുതിക്കുകയാണ് ശ്രീ ശിവബ്രഹ്മർഷി ആ സമയത്ത്. തതശ്ച അപ്സരസോ ജാത നിഷ്കണ്ഠ്യ സുവാസസ രമണ്യ സ്വർഗിണം വൽഗുഗതി ലീലാവലോകനൈ. അതിനുശേഷം തതച്ച നിഷ്കണ്ഠ്യ സുവാസസ അപ്സരസ ജാത, ആ കഴുത്തിൽ നല്ല സ്വർണ്ണ പതക്കങ്ങളും അതുമാതിരി നല്ല മനോഹര വസ്ത്രങ്ങളും ധരിച്ചവരായിട്ടുള്ള അപ്സരസ്സുകളാണ് ആ സമുദ്രത്തിൽ നിന്നുണ്ടായത്. വൽഗു ഗതി ലീലാവലോകനൈ, മനോഹരമായിട്ടുള്ള ഗമനവും നല്ല ലീലാവിലാസമാർന്ന കടക്കൺ നോട്ടവും കൊണ്ട് സ്വർഗിണാം രമണ്യ, അവർ സ്വർഗവാസികൾക്ക് എല്ലാവർക്കും കാമപൂരണം വരുത്തുന്നവരത്രേ ഈ അപ്സരസ്സുകളെ. അവരാണ് അങ്ങനെ വന്നത്. നവരത്നങ്ങളിൽ പെടുന്ന പത്മരാഗം എന്നുള്ള തരത്തിൽപ്പെട്ടതാണ് ഈ കൗസ്തുഭരത്നം. ഈ രത്നം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ മനസ്സിനെ രമിപ്പിക്കുന്നു. അതുകൊണ്ടാണ് രത്നായത്. യഥാർത്ഥത്തിൽ സംസ്കൃതത്തിൽ രത്നത്തിന് മണി എന്നാണ് ഉള്ള വാക്കാണ്. മണി എന്ന് പറഞ്ഞാൽ രത്നമാണ്. മലയാളത്തിലെ മണിക്ക് സംസ്കൃതത്തിലെ ഖണ്ഡ എന്നാണ് പറയുക. ഈ രത്നത്തിൽ, അതുകൊണ്ടാണ് രത്നത്തിൻ്റെ വളനിലായുള്ള സമുദ്രത്തിന് രത്നാകരം എന്ന് പേര് വരാനൊക്കെ അതാണ് കാരണം. വജ്രം, മുത്ത്, പവിഴം, ഗോമേതകം, ഇന്ദ്രനീലം, വൈഡൂര്യം, പുഷ്പരാഗം, മരതകം, മാണിക്യം, ഇതൊക്കെയാണ് ശുക്രനീതിസാരപ്രകാരം നവരത്നങ്ങൾ. തപശ്ചാവിരവൂൽ സാക്ഷാൽ ശ്രീരമാ ഭഗവൽ പരാ രഞ്ജയന്തി ദിശക്കാന്ത്യ വിദ്യുൽ സൗദാമിനീയതാ. അതിനുശേഷം സൗദാമിനി വിദ്യുൽ കാന്ത്യ, അതായത് സുധാമാപർവ്വതത്തിൽ നിന്ന് ഒളി വീശുന്ന മിന്നൽ പിണരെന്ന പോലെ, അതാണ് സൗദാമിനി എന്ന് പറയാൻ കാരണം. അങ്ങനെയുള്ള അത്രയധികം ശോഭയോടുകൂടിയ ദിക്കുകളെ രഞ്ജെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആരാണ് പുറപ്പെട്ടു വന്നത്? സാക്ഷാൽ ശ്രീ സമ്പൽ ദേവതയായിട്ടുള്ള ലക്ഷ്മി ഭഗവതി പ്രത്യക്ഷ രൂപധാരിണിയായിട്ട് വിഷ്ണു തൽപരയായിട്ടുള്ള ദേവി രമാദേവി രൂപത്തിൽ ആവിർഭവിച്ചു എന്ന് പറയുകയാണ്. സുധാമാപർവ്വത പ്രാന്തങ്ങളിൽ നിന്നാണ് അത്രേ മിന്നൽ പിണരൻ്റെ ആവിർഭാവം. അതിനാലാണ് ഈ സൗദാമിനി എന്ന് ഇടിമിന്നലിനെ പറയണതെന്ന് ശ്രീധരീയത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൗദാമനി എന്നാണ്, സൗദാമിനി എന്നല്ല കേട്ടോ. അതാണ് ശ്രീധരി പാഠം. സൗദാമിനി എന്നുള്ള വാക്കാണ് യഥാർത്ഥത്തിൽ തെറ്റ്. സൗദാമിനി എന്നുള്ളത് പാഠം തെറ്റാണെന്നാണ് പറയണത്. ദസ്യം ചക്രുസ്പൃഹം സർവേ സസുരാസുരമാനവ രൂപൗദാര്യവയോ വർണ്ണ മഹിമാക്ഷിപ്തചേതസ. ലക്ഷ്മി ദേവി അങ്ങനെ ഫോണിലേക്ക് വന്നപ്പോഴേ ദേവി ആഗ്രഹിക്കാറുള്ളത് സമ്പത്തിന്. അതാണ് തസ്യാം ചക്രുസ്പൃഹാം സർവേ സസുരാസുരമാനവ. ഇങ്ങനെയാണ് അസുരന്മാര്, ദേവന്മാര്, മനുഷ്യന്മാര് എല്ലാവരും തസ്യാം സ്പൃഹാം ചക്രേ, അവളിൽ ചക്രു, അവളിൽ ആഗ്രഹത്തെ ചെയ്തു എന്ന് പറയുകയാണ്. കാരണം ആ ദേവിയുടെ സൗന്ദര്യം, രൂപ, ഔദാര്യ, വയോവർണ്ണ, നല്ല സൗന്ദര്യം, ഔദാര്യം, യൗവനം, വർണ്ണം, ഇതിനെ കൊണ്ടെല്ലാം മഹിമ ആക്ഷിപ്ത ചേതസ്, അവരുടെ ആകപ്പാടുള്ള മഹിമ എന്നിവയാൽ ആകൃഷ്ടരായിട്ട് ആണ് അവർക്ക് എല്ലാവർക്കും ദേവിയിൽ ഈ ആഗ്രഹം ജനിച്ചത്. അപ്പോഴും തസ്യാ ആസനമാനിന്യേ മഹേന്ദ്രോ മഹദദ്ഭുതം മൂർത്തിമത്യശ്രേഷ്ഠ ഹേമകുംഭൈർജലം ശുചി. സമുദ്രത്തിൽ നിന്ന് പൊന്തി വന്ന ദേവിക്ക് തസ്യൈ മഹേന്ദ്ര മഹൽ അദ്ഭുതം ആസനം അനിന്യേ, ദേവിക്ക് ഇരിക്കാനായിട്ട് അതിമഹത്തായിട്ടുള്ളൊരു സിംഹാസനം, അത്ഭുതമായിട്ടുള്ള ആ ഒരു സിംഹാസനം ഇന്ദ്രൻ, മഹേന്ദ്രൻ തന്നെയാണ് കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. മൂർത്തിമത്യ സരിൽ ശ്രേഷ്ഠ, മഹാനദികളെല്ലാവരും മൂർത്തിഭാവം സ്വീകരിച്ചുകൊണ്ട് ഹേമകുംഭൈ ശുചിജലം കൊണ്ട്, അപ്പോഴേക്കും ദേവിയെ അഭിഷേകം ചെയ്യാൻ വേണ്ടി സ്വർണ്ണകുംഭ കലശങ്ങളിൽ ശുദ്ധമായ ജലത്തോട് കൂടിയിട്ട് ആ എല്ലാ നദികളും അവിടെ വന്നു ചേർന്നു. അഭിഷേചനികാ ഭൂമി ആഹരൽ സകല ഔഷധി ഗാവ പഞ്ചപവിത്രാണി വസന്തോ മധുമാധവൗ. അഭിഷേചനിക, അഭിഷേകത്തിന് വേണ്ടതായിട്ടുള്ള സകല ഔഷധി, എല്ലാ ഔഷധികളും ഭൂമിദേവിയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. പവിത്രാണി പഞ്ച,
അതായത് വിശുദ്ധങ്ങളായിട്ടുള്ള പഞ്ചഗവ്യങ്ങളെല്ലാം ഗാവ പശുക്കളും മധുമാധവവും നിന്നിരിയേ ചൈത്രം വൈശാഖം മാസങ്ങളിലുണ്ടാകുന്ന പുഷ്പഫലങ്ങളെ വസന്തം കൊണ്ടുവന്ന് കൊടുത്തു. വസന്തോ മധുമാധവവും ആ പുഷ്പത്തിൽ പൂജയ്ക്കുള്ള പുഷ്പഫലങ്ങളെയൊക്കെ കൊണ്ടുകൊടുത്തു നേദ്യത്തിനുള്ളത്. അതിനുശേഷം ഋഷയ കൽപ്പയാഞ്ചക്രു അഭിഷേകം യഥാവിധി ജഗുർഭദ്രാണി ഗന്ധർവാ നട്യശ്ച നൃതുർജഗോ. ആ ദേവിക്ക് യഥാവിധി അഭിഷേകം വേണ്ട വിധിപ്രകാരമുള്ള അഭിഷേക കർമ്മം ഋഷയ കൽപ്പയാഞ്ചക്രു ആ ഋഷിമാരെല്ലാവരും നിർദ്ദേശിച്ചു. ഗന്ധർവ ഭദ്രാണി ജഗു ഗന്ധർവന്മാരെ മംഗളഗാനങ്ങളൊക്കെ ആലപിക്കാൻ തുടങ്ങി. നട്യച്ച നർത്തകികളും മറ്റും നൃതു ജഗു ച അവർ ആട്ടവും പാട്ടവും ഒക്കെ നടത്തി അവിടെ നിന്നുകൊണ്ട്. മേഘാമൃംഗവണവ മുരജാനകഗോമുഖൻ വ്യനാദയൽ ശംഖവേണു വീണാസ്തുമുല നിസ്വനൻ. മേഘാ തുമുല നിസ്വനാൻ മൃദംഗവണവ മുരജാനക ഗോമുഖാൻ. ആ മേഘങ്ങളുടെ കോലാഹലം ഉണ്ടാക്കുന്ന മൃദംഗം, മദ്ദളം, ചെണ്ട, തിമില, കൊമ്പ്, ഒപ്പം തന്നെ ശംഖ, വേണു, വീണ, ശംഖം, ഓടക്കുഴല്, വീണ ഇത്യാദി വാദ്യവിശേഷങ്ങൾ ഇതെല്ലാം നന്നായി കൊട്ടിയെന്ന് പറയണം. മേഘങ്ങളാണ് അതൊക്കെ ഈ വാദ്യങ്ങളൊക്കെ മുഴക്കിയത് അത്രേ കേട്ടോ. അതിനുശേഷം അഭിഷേകത്തോഭിഷിചുർദേവീം ശ്രിയം പത്മകരാം സതിം ദിഗിഭാ പൂർണ്ണകലശൈ സൂക്തവാക്യൈർദ്വിജേരിതൈ സതിം പത്മകരാം ശ്രിയം ദേവീം. അതിനുശേഷം പരമസാധ്വിയും ആ പത്മഹസ്തയുമായിട്ടുള്ള ലക്ഷ്മി ഭഗവതിയെ ആ ദ്വിജേരിതൈ ബ്രാഹ്മണരാൽ ജപിക്കപ്പെടുന്ന സൂക്തവാക്യ വേദമന്ത്രങ്ങളോടുകൂടി ദിഗ്ഗജങ്ങളാണ് ആ പൂർണ്ണ കുംഭങ്ങളിൽ പൂർണ്ണ കലശൈ അഭിഷേകം ചെയ്ത് ദേവിയെ അഭിഷേകം ചെയ്ത് കണ്ടിട്ടില്ല. അങ്ങനെ ഭഗവതിരെ ലക്ഷ്മി ഭഗവതിരെ ചിത്രം കണ്ടിട്ടായിരിക്കും ഇങ്ങനെ ഫോട്ടോ അതിലിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ആന വന്നിട്ട് ഇങ്ങനെ അഭിഷേകം ചെയ്യുന്നതായിട്ട്. അതാണ് ദിഗ്ഗജങ്ങളാണ് അഭിഷേകം ചെയ്തത്. ഇങ്ങനെ ആ സമയത്ത് അഭിഷേകം കഴിഞ്ഞപ്പോഴേക്കും സമുദ്രപീതകൗശേയവാസസി സമുവാഹരൽ വരുണസ്രജം വൈജയന്തിം മധുനാ മധുഷത്പദാം. ഈ ഋഷീശ്വരന്മാർ ആ മന്ത്രം ശ്രീസൂക്തം ജപിക്കുകയാണ് ഇത്ര ചെയ്ത്. ആ സമയത്താണ് ദേവിക്ക് ദിഗ്ഗജങ്ങളെ പൂർണ്ണ കലശങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്തത്. അതിനുശേഷം സമുദ്രം ദേവിക്ക് പീതകൗശേയവാസി നല്ല മഞ്ഞ പട്ടുകൊണ്ടുള്ള 2 വിശിഷ്ട വസ്ത്രങ്ങളെ കൊടുത്ത് അഭിഷേകം കഴിഞ്ഞുള്ള ദേവിക്ക് മധുന മത്തഷട്പദാം വൈജയന്തീം സ്രജം വരുണ സമാഹരൽ. വരുണൻ എന്താ കൊടുത്തത്? നല്ല ഒരു വൈജയന്തി എന്ന് പറഞ്ഞുള്ള ശ്രേഷ്ഠമായിട്ടൊരു മാല. ആ മാലയുടെ ഇതിൽ പൂക്കളിലെ തേൻ നുകരാൻ വേണ്ടിയിട്ട് വണ്ടുകൾ വന്നങ്ങനെ ചുറ്റി പറക്കുന്നുണ്ട്. അങ്ങനത്തെ വൈജയന്തിയാണ് ദേവിക്ക് അണിയാൻ വേണ്ടി വരുണൻ കൊടുത്തത്. ഭൂഷണാനി വിചിത്രാണി വിശ്വകർമാ പ്രജാപതി ഹാരം സരസ്വതീ പദ്മം അജോ നാഗാശ്ച കുണ്ടലേ. വിശ്വകർമാവ് സ്വർഗശില്പിയായിട്ടുള്ള വിശ്വകർമാവ് എന്ന പ്രജാപതി വിചിത്രാണി ഭൂഷണാനി ദേവിക്ക് പലതരത്തിലുള്ള ആഭരണങ്ങൾ പണിഞ്ഞു കൊടുത്തു. സരസ്വതി ദേവി എന്ത് ചെയ്തു? ഒരു മുത്തുമാല കൊടുത്തു. ബ്രഹ്മാവ് ഒരു നല്ല ലീലാപത്മ ഒരു താമര കൊടുത്തു. നാഗദേവതകള് കുണ്ടലങ്ങളും സമ്മാനിച്ചു. തതകൃതസ്വസ്തേനോൽപലസ്രജം നദദ്വിദേവം പരിഗൃഹ്യപാണിനാ ചചാലവക്ത്രം സുകപോലകുണ്ടലം സവ്രീഡഹാസം ദദധീ സുശോഭനം. അങ്ങനെ ആ അഭിഷേകം കഴിഞ്ഞതിന് ശേഷം ദേവി കൃതസ്വസ്തേന നല്ല സ്വസ്തിവാചന കഴിഞ്ഞവളായിട്ട് നദദ്വിരേപം നല്ല മുരളുന്ന വണ്ടുകളോട് കൂടിയിട്ടുള്ള ഉത്പലശ്രീ ആ നീലത്താമര പൂമാലയെ കൈകൊണ്ട് പരിഗ്രഹിക്കുക. അവന് മാല കൊടുത്തു പറഞ്ഞില്ലേ, ആ മാല കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത്? സുകപോല കുണ്ടലം സുന്ദരമായിട്ടുള്ള കവിൾത്തടങ്ങളിൽ ആ തിളക്കം വരുത്ത കുണ്ടലങ്ങളോട് കൂടിയതും നല്ല ലജ്ജയോട് കൂടിയുള്ള പുഞ്ചി മന്ദസ്മിതം തൂകുന്നതും അത്യന്തം ശോഭനകരവുമായിട്ടുള്ള വക്രം ദതി മുഖത്തോടു കൂടി ചചാല ദേവി മെല്ലെ നടന്നു നീ. കാരണം വരണമാല്യാണ് കയ്യിലുള്ളത്, ആരെങ്കിലും വരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ദേവി ഇപ്പം നടന്നു പോണത്. സ്തനദ്വയം ചാതികൃശോദരീ സമം നിരന്തരം ചന്ദനകുങ്കുമോക്ഷിതം
തതസ്തതോ നൂപുരവൽകുശിഞ്ചിതൈ വിസർപ്പതി ഹേമലദേവ സാബവൗ. സാ ആദികൃശോദരി, ആ കൃശമധ്യ, അതായത് നല്ല അരക്കെട്ട് അങ്ങനെ ഇടുങ്ങിയ അരക്കെട്ടോട് കൂടിയിട്ടുള്ള ആ ദേവി ഉണ്ടല്ലോ, ആ തുല്യ സമം നിരന്തരം ചന്ദന കുങ്കുമോക്ഷിതം, നല്ല തുല്യങ്ങളും നല്ല ഇടതൂർന്നതും ചന്ദനം കുങ്കുമം അണിഞ്ഞുള്ള അയാളാ അമ്മ നല്ല ഘനമുള്ള മാരടങ്ങളോട് കൂടിയിട്ട് നൂപുര വൽഗു ശിഞ്ചി ചിലങ്കകളുടെ ആ മധുരസ്വരത്തോട് കൂടിയിട്ട് വിസർപ്പതി ഹേമലത, ഒരു സ്വർണ്ണലത പോലെ അങ്ങനെ ആടി ആടിക്കൊണ്ട് സഞ്ചരിക്കുന്ന ആ ദേവിയെ തതസ്തത ബഹു അവിടെ അവിടെ അങ്ങനെ വിളയാടി എന്ന് പറയുകയാണ്. ദേവി അങ്ങനെ പോകണം നോക്കി എല്ലാവരും അത്ഭുതത്തോടു കൂടി അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വിലോകയന്തി നിരവധ്യമാത്മന പദംധ്രുവം ചാമ്പ്യ വിചാരി സൽഗുണം ഗന്ധർവയക്ഷാസുര സിദ്ധചാരണ ത്രൈവിഷ്ടവയാദിഷു നാന്വവിന്ദതാ. അതായത് എല്ലാവർക്കും ദേവി ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. തന്നെ ആരെ വരിക്കണം, മറ്റതൊക്കെ ഓരോരുത്തർ വന്ന് ആഗ്രഹിച്ചെടുത്തു. അങ്ങനെയല്ല, എല്ലാവർക്കും ദേവി ആഗ്രഹമുണ്ട്. അപ്പം എന്താ ചെയ്യുക, ദേവി ആരെങ്കിലും വരിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ദേവി പുറപ്പെടുന്നത്. അതായത് ആത്മന പദം തനിക്ക് ആസ്പദമായിട്ട് ഗന്ധർവ യക്ഷ അസുര സിദ്ധ ചാരണ ത്രൈവിഷ്ടപേയ ആദിഷു, ഗന്ധർവന്മാര്, യക്ഷന്മാര്, അസുരന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, ദേവന്മാര് മുതലായവരുടെ കൂട്ടത്തില് നിരവധി യാതൊരു കറയുമില്ലാത്തവനായിട്ടുള്ള അവ്യവിചാരി സദ്ഗുണ ദോഷാംശം തീരെ കലരാത്ത സദ്ഗുണങ്ങൾ മാത്രമാകും ഉള്ളവനായിട്ട് ധ്രുവം ഉറച്ചവനായി ആനെ ആരാണെന്ന് വിലോകയന്തി തിരഞ്ഞു നോക്കിയിട്ടും അന്വവിന്ദത കണ്ടെത്താനായില്ല പറയുന്നത്. ദേവി ഇങ്ങനെ അന്വേഷിച്ച് നോക്കുക അവരേക്കിടയിലേ താൻ ആരെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത്. ആ തനിക്ക് യോജിച്ചൊരാളെ കാണാണ്ട് അങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ദേവി. നൂനം തപോ യസ്യ ന മഞ്ജുനിർജയോ ജ്ഞാനം ക്വചിത് തച്ഛന സംഗവർജിതം കശ്ചിന്മഹം തസ്യ ന കാമനിർജയ സ ഈശ്വര കിം പരതോ വ്യഭാശ്രയ. എന്താണ്, ചിലർക്ക് നല്ല തപസ്സിന് തപ യസ്യ നല്ല തപസ്സുണ്ട്. തപസ് ആർക്കാണുള്ളത്? തസ്യ അയാൾക്ക് മഞ്ഞു നിർജയ എന്ന നൂനം, അദ്ദേഹത്തിന് പക്ഷെ കോപത്തെ അടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരാളാണ്. ദുർവാസാവ് മഹർഷിമാരുടെ ആൾക്കാർ തപസ് ശക്തിയൊക്കെയാണ്. അവിടെ എപ്പോഴാണ് കോപം വരികയെന്ന് വെച്ചില്ല. അങ്ങനെ കൊതിൽ ജ്ഞാനം, ചിലർക്ക് ജ്ഞാനമുണ്ട് തൽച്ച, പക്ഷെ അത് സംഘവർജിതം എന്നാ. പക്ഷെ എന്താണ്, ആ വൈരാഗ്യം വന്ന ആസക്തി രഹിതമായിട്ടുള്ള ജ്ഞാനം വന്നില്ല. വേറെ ചില കശ്ചിലൊരാൾ മഹാൻ തന്നെയാണ് തസ്യ, പക്ഷെ അയാൾക്ക് കാമധികാരത്തെ ജയിക്കാനായിട്ടില്ല. പരത വ്യവാശ്രയ, ഏതിനും അന്യനെ ആശ്രയിക്കുന്നവരായിട്ടുള്ള ആളാണ് അയാൾ. പിന്നെ ഈശ്വരനാകാൻ കഴിയുമോ? അങ്ങനെയാണ് വേറൊരാള്. ധർമ്മക്വജിൽ തത്ര ന ഭൂത സൗഹൃദം ത്യാഗക്വജിൽ തത്ര ന മുക്തി കാരണം വീര്യം ന പുംസോസ്ത്യജവേഗ നിഷ്കൃതം നഹി ദ്വിതീയോ ഗുണസംഗവർജിത. കൊജിൽ ചിലർക്ക് നല്ല ധർമ്മബോധം ഉണ്ടാകാം, പക്ഷെ ഭൂതസൗഹൃദം, പക്ഷെ ഭൂതതയാന്നുള്ളത് തീരെയില്ല. കൊജിൽ ചിലരിൽ എങ്ങനെയാണ് ത്യാഗബുദ്ധി ഉണ്ട് തത്ര, അതിൽ മുക്തി, പക്ഷെ അത് മോക്ഷത്തിനുള്ളൊരു ഉപായമല്ല. പുംസ ഒരു പുരുഷന് വീര്യമസ്തി, വീര്യമുണ്ട്, എന്നാൽ അജവേഗ നിഷ്കൃതം എന്നാ, കാലശക്തിയാൽ ക്ഷയിക്കാത്തതല്ല. എങ്ങനെയാണ് അത്ര വീര്യമുള്ള സാധാരണ മനുഷ്യനാണെന്ന് അർത്ഥം. ഗുണസംഗവർജിത, പ്രകൃതി ഗുണങ്ങളോട് ഇണങ്ങാത്തവൻ ദ്വിതീയ നഹി വരനായിട്ട് വരില്ല എന്ന് പറയണം. അതായത് ഈ എങ്ങനെയാണ് അങ്ങനെയുള്ള ആരെയും തനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല ദേവിക്ക് മനസ്സിലായി. കൊജിൽ ചിരായുർ നഹി ശീലമംഗളം ക്വജിൽ തദപ്യസ്തി ന വേദ്യമായുഷ യത്രോഭയം കുത്ര സോപ്യമംഗള സുമംഗള കശ്ചന കാംക്ഷദേഹിമം. ഗുണസംഗവർജിത തിരീയ നഹി എന്ന് പറയുന്നത്, അതായത് പ്രകൃതി ഗുണങ്ങളോട് ഇണങ്ങാത്തവൻ എങ്ങനെയാണ് വരനായിട്ട് വരും. അതായത് ചില നല്ല മഹർഷിമാരുടെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ, അവരെയൊക്കെ പോയിട്ട് ഇതിലെ വൈരാഗ്യം വന്നാൽ അവരെയൊക്കെ പോയിട്ട് ദേവിക്ക് വിവാഹം കഴിച്ചിട്ട് ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് എങ്ങനെയാണ് അവർ സ്ത്രീകളോട് ഇണങ്ങില്ല എന്ന് പറഞ്ഞാൽ അവർ അത്തരക്കാരെ എങ്ങനെയാ വെച്ചാൽ ഈ ലൗകികമായിട്ടുള്ള വിവാഹബന്ധത്തിനൊന്നും പരിഗണിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. പിന്നെ വേറെ ചില എങ്ങനെയാണ് കൊജിൽ ചിരായുർ, വേറെ ചിലരുടെ നല്ല ദീർഘായുഷ്മാന്മാരാണ്, പക്ഷേ ശീലമംഗളം, അവർക്ക് സ്ത്രീകളോട് ഇണക്കാൻ ഇല്ലാത്ത ആൾക്കാരാണ് അവർ. കൊജിൽ വേറെ ചിലർക്ക് തൽ ഗുണം അസ്ഥി അഭി ആയുഷ വേദ്യെന്ന, വേറെ ചിലരുണ്ട് നല്ല സ്ത്രീകളോട് ഇണങ്ങാൻ പറ്റിയ ആൾക്കാരാണ്, അവർക്ക് പക്ഷെ ആയുഷ് എത്രയെന്ന് അറിയില്ല എന്ന് പറയുകയാണ്.
എത്ര കുത്ര ഉഭയം ഏതെങ്കിലും ഒരാൾ രണ്ടും ഒത്തുചേർന്നിട്ടുണ്ട്. അവ ആയുസ്സും ഉണ്ട്, സ്ത്രീകളോട് ചേരാനും പറ്റും, അങ്ങനെ രണ്ടുണ്ട്. അങ്ങനെയാണെങ്കിലോ സാവി അങ്ങനെയുള്ള അദ്ദേഹമോ അമംഗള അശുഭചേഷ്ടകളിൽ അങ്ങനെ വ്യാപരിക്കുന്ന ആളാണ്. അതായത് പരമേശ്വരനകല്ലേ, പരമേശ്വരൻ നല്ല ആയുസ്സും ഉണ്ട്, എങ്ങനെ നല്ല കാണുന്നതൊക്കെ ഇതാണ്. പക്ഷെ എന്താണ് അദ്ദേഹം അമംഗളമായിട്ടുള്ള രൂപത്തിലല്ലേ അദ്ദേഹം വരുന്നത്. ഇനി ഒന്നുണ്ട് സുമംഗള, എല്ലാം തികഞ്ഞിട്ട കഷ്ട ഒരാളുണ്ട്, മാം ഹി ന കാംക്ഷത. പക്ഷെ അദ്ദേഹത്തിന് എന്നെ യാതൊരു ആഗ്രഹവും ഇല്ല എന്ന് പറയുകയാണ്. ഏവം വിമൃശ്യാവ്യഭിചാരി സദ്ഗുണയേ വരം നിജൈകാശ്രയതയാ ആശ്രയതയാ ഗുണാശ്രയം വവ്രേവരം സർവഗുണൈരപേക്ഷിതം രമാമുകുന്ദം നിരപേക്ഷമീപ്സിതം. എന്താണ് ഇങ്ങനെ ഓരോരുത്തരെയും ഓരോ ഗുണങ്ങളെയും ദോഷങ്ങളെയും ഇങ്ങനെ വിമർശിച്ച പരിഗണിച്ചിട്ട് രമാദേവി എന്ത് ചെയ്തു? നിരപേക്ഷം, തന്നെ കാക്ഷിക്കാതിരിക്കുന്നവനാണെങ്കിലും അമ്പ്യവിചാരി സൽഗുണൈ, ദോഷാംശം തീരെ സ്പർശിക്കാത്ത ഉത്തമ ഗുണങ്ങളാൽ അഗുണാശ്രയം എന്ന അതേ സമയത്ത് തന്നെ പ്രാകൃത ഗുണങ്ങൾക്ക് ആശ്രയബോധനാകാതെ നിജൈകാശ്രയതയാ, തൻ്റെ ആത്മാരാമനായിട്ട് സ്വാശ്രയത്വം മാത്രമുള്ളവനും വരം അതിശ്രേഷ്ഠനും സർവഗുണൈ അപേക്ഷിതം, അതേ സമയത്ത് തന്നെ എല്ലാ ഗുണങ്ങളാലും അതായത് ഐശ്വര്യ സിദ്ധികളാൽ അപേക്ഷിതനുമായ മുകുന്ദം, അതായത് ശ്രീഹരിയെ തന്നെ ഈ ഇപ്സിതം വരം വവ്രേ, തൻ്റെ ഇഷ്ടത്തിനൊത്ത ആ പതിയായിട്ട് വരനായിട്ട് വലിച്ചു എന്ന് പറയുകയാണ്. തന്നെ ഇങ്ങോട്ട് ആഗ്രഹങ്ങളിൽ കൂടിയിട്ട് ലക്ഷ്മി ഭഗവതി എന്ത് ചെയ്യുന്നു? എല്ലാം തികഞ്ഞിട്ടുള്ള ആ ഭഗവാനെ തന്നെ തൻ്റെ നാഥനായിട്ടാണ് ഭരിച്ചു. തസ്യാം സദേശ ഉചതിം നവകഞ്ചമാലാം മാജന്മതും വ്രതവരൂത ഗിരോപഗുഷ്ടം തസ്തൗ നിധായ നികടേ തദുര സ്വധാമ സവ്രീഡഹാസ വികസൻ നയനേന യാതാ. എന്താണ് അപ്പോൾ ഭഗവാൻ എവിടെയാണ് ദേവിക്ക് സ്ഥാനം കൊടുത്ത്? തൻ്റെ ആ മാരടത്തിലാണ്. ഉശരീം മാധ്യന്മതും വ്രതവരൂതഗിരാ ഉപഗുഷ്ടാം നവകഞ്ചമാലാം തസ്യ ആംസദേശേ നിധായ. അതായത് എന്ത് ചെയ്തു? ദേവി വേഗം ചെന്നിട്ട് ആ വളരെ ഭംഗിയുള്ളതും ആ മതിച്ച വണ്ടുകളുടെ ആ മുകളിലിങ്ങനെ കൂടുതൽ അങ്ങനത്തെ വണ്ടുകളാൽ ചുറ്റപ്പെട്ടതുമായിട്ടുള്ള ആ നവകഞ്ചമാല, പുതുമയുള്ളതായിട്ടുള്ള ആ താമരമാലയെ തസ്യ അംസദേശേ നിധായ, ഭഗവാന്റെ ആ കഴുത്തിൽ അങ്ങോട്ട് അർപ്പിച്ചിട്ട് സ്വധാമ തതുര, തൻ്റെ സ്ഥാനമായിട്ടുള്ള ആ അവിടുത്തെ തിരുമാറിലേക്ക് അങ്ങോട്ട് സംവ്രീഡഹാസ വികസൻ നയനേല, ലജ്ജാസമേതമായിട്ടുള്ളൊരു പുഞ്ചിരി കൊണ്ട് വികസിക്കുന്ന കണ്ണുകളാൽ യാതാ ചെന്നു ചേർന്നവളായിട്ട് നികടേ തസ്തു, അദ്ദേഹത്തിൻ്റെ സമീപത്തിൽ അങ്ങോട്ട് നിന്നു എന്ന് പറയുകയാണ്. തസ്യാശ്രിയസ്ത്രിജഗതോ ജനകോ ജനന്യാ പക്ഷോ നിവാസമകരോൽ പരമം വിഭൂതേ ശ്രീസ്വാപ്രജ സകരുണേന നിരീക്ഷണേന യത്ര സ്ഥിതൈതയത സാധിപതിം ത്രിലോകാൻ. അങ്ങനെ ആ ദേവി അവിടെ ചെന്ന് വരണമാല്യം ഭഗവാന്റെ കഴുത്തിലാണ് അണിഞ്ഞ സമയത്ത് ഭഗവാനും ദേവി അങ്ങോട്ട് സ്വീകരിച്ചു എന്നിട്ടോ. തസ്യാ ജനന്യ വിഭൂതേ, അങ്ങനെയാണ് മൂന്ന് ലോകങ്ങളുടെയും അമ്മയും സർവ്വ ഐശ്വര്യങ്ങളുടെയും അധിഷ്ഠാത്രിയായിട്ടുള്ള തസ്യാശ്രീ, ആ ശ്രീഭഗവതിക്ക് ത്രിജഗത ജനക, മൂന്ന് ലോകങ്ങളുടെയും പിതാവായിട്ടുള്ള ഭഗവാൻ വക്ഷ പരമം നിവാസം, തൻ്റെ വക്ഷസ്ഥലം സുസ്ഥിരമായിട്ടുള്ള വാസസ്ഥാനമായി അകരോൽ കൽപ്പിച്ചു. അവിടെ തൻ്റെ ആ മാരണത്തിലാണ് ദേവി സ്ഥാപിച്ചു, അതിൽ കൽപ്പിച്ചു എന്ന് പറയുന്ന വാസസ്ഥാനമായിട്ട് കൽപ്പിച്ചു. എന്നിട്ടോ ശ്രീ എത്ര സ്ഥിത, ദേവി അവിടെ ഇരുന്നു കൊണ്ട് കരുണാമയമായ നിരീക്ഷണേന, തൻ്റെ കടാക്ഷങ്ങളെ കൊണ്ട് സാധിപതി ലോകപാലകരോടുകൂടിയ സ്വപ്രജ, തൻ്റെ പ്രജകളായിട്ടുള്ള ത്രിലോകൻ, മൂന്ന് ലോകത്തിലുള്ള ജനങ്ങളെ എല്ലാവരെയും ഐതയത അഭിവൃദ്ധിപ്പെടുത്തി എന്ന് പറയുകയാണ്. അങ്ങനെ ദേവി ലോകപാലന്മാരടക്കമുള്ള മൂന്ന് ലോകവാസികൾക്കെല്ലാം ഐശ്വര്യാദികളെ സമൃദ്ധമായിട്ട് പ്രദാനം ചെയ്തുകൊണ്ട് ആ ഭഗവാന്റെ മാരടത്തിൽ അങ്ങനെ സുസ്ഥിരമായിട്ടുള്ള വാസസ്ഥാനമായിട്ട് കൽപ്പിച്ചുകൊണ്ട് അത് അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ശംഖതൂര്യമൃദംഗാനം വാദിത്രാണാം പൃഥുസ്വന
ദേവാനുഗാനാം സസ്ത്രീ നൃത്യതാം ഗായതാമപുൽ. ആ സമയത്ത് അവിടെ ഈ ലക്ഷ്മി സ്വയംവരം കഴിഞ്ഞ സമയത്ത് ദേവാനുഗാനാം ശംഖദൂര്യ മൃദംഗാനാം ദേവന്മാരെ അനുകൂലിക്കുന്നവരുടെ ആ ശംഖ്, പെരുമ്പറ, മൃദംഗം മുതലായിട്ടുള്ള ദേവവാദ്യങ്ങളുടെയും ശസ്ത്രീണാം നൃത്യതാം അപ്സരസ്ത്രീകളോടുകൂടി നൃത്യതം ആടുകയും ഗായതാം പാടുകയും ചെയ്യുന്ന സ്വനം ശബ്ദം പൃഥു അഭു വല്ലാണ്ട് അങ്ങനെ വർദ്ധിച്ചു. അതുകൊണ്ട് ഇവിടെ അതായത് ദേവന്മാരുടെ വാദ്യഘോഷങ്ങൾ, അതോടൊപ്പം അപ്സരസ്സുകളുടെ ഗാനങ്ങളും നൃത്തങ്ങളും, ആ ഘോഷം അവിടെ അങ്ങനെ കുറേ നേരം അങ്ങനെ മുഴങ്ങി നിന്നു പറയുകയാണ് ഈ സമുദ്ര പാലാഴി തീരത്ത്. ബ്രഹ്മരുദ്രാംഗിരോ മുഖ്യ സർവേ വിശ്വസൃജോ വിഭും ഈടിരേ വിദതൈർമന്ത്രൈ തല്ലിംഗൈ പുഷ്പവർഷിണ. ആ സമയത്ത് ബ്രഹ്മരുദ്ര അങ്കിരോ മുഖ്യ, ബ്രഹ്മാവ്, രുദ്രൻ, അങ്കിരസ് മുതലായിട്ടുള്ള സർവേ വിശ്വസിച്ച എല്ലാ പ്രജാപതികളും പുഷ്പവർഷം ചെയ്തുകൊണ്ട് വിഭുവായിട്ടുള്ള ശ്രീഹരിയെ അവിധതൈ അത്തല്ലിംഗൈ, തീരെ അസത്യമല്ലാത്തതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം വെളിവാക്കുന്നതായിട്ടുള്ള മന്ത്രൈ, ഈ വേദമന്ത്രങ്ങളാൽ സ്തുതിച്ചു. ശ്രിയാവിലോകിതാ ദേവ സപ്രജാപതയ പ്രജാ ശീലാദിഗുണസമ്പന്ന ലേവിരേ നിർവൃതിം പരാം. സപ്രജാപതയ ദേവ, പ്രജാപതികളോടുകൂടിയുള്ള ദേവന്മാരും പ്രജാജനങ്ങളുമെല്ലാം ശ്രിയാ വിലോകിത, ആ ശ്രീഭഗവതിയാൽ കാരുണ്യത്തോടെ കടാക്ഷിക്കപ്പെട്ടിട്ട് ശീലാദിഗുണസമ്പന്ന, പൂർണ്ണാവസ്ഥയിലുള്ള സൗശീല്യാദി സൽഗുണങ്ങളോടെ പരാം നിർവൃതിം ലേവിരേ, അത്യാനന്ദത്തെ ലേവിരേ പ്രാപിച്ചു. ഈ അമൃത് കിട്ടും. അതായത് ഇവർക്ക് നഷ്ടശ്രീ ആയിട്ടാണ് ദേവന്മാർ ലോകം മുഴുവൻ അവരുടെ ഐശ്വര്യം മുഴുവൻ പോലെ ചെയ്തപ്പോൾ ലക്ഷ്മി ഭഗവതി തിരിച്ചു വന്നപ്പോൾ ഐശ്വര്യം മുഴുവൻ അവർക്ക് തിരിച്ചു കിട്ടി എന്ന് പറയുകയാണ്. നിസ്സത്വാ ലോലുവാരാജൻ നിരുദ്യോഗാഗതത്രവാ യഥാചോപേക്ഷിതാ ലക്ഷ്മ്യാ ദൈത്യദാനവ. എന്നാലോ പരീക്ഷിത്തെ, ഈ സമയത്ത് ഈ ദൈത്യദാനവന്മാരൊക്കെ എങ്ങനെ ഉണ്ടായി? യഥാച ലക്ഷ്മ്യാ ഉപേക്ഷിത, എപ്പോൾ ലക്ഷ്മി ദേവിയാൽ ഉപേക്ഷിക്കപ്പെട്ടവരായോ അപ്പോൾ ദൈത്യദാനവ ദിതിധനു ഇവരുടെ വംശക്കാര് നിസ്സത്വ ബലഹീനന്മാരായിത്തീർന്നു, നിരുദ്യോഗ അലസന്മാരായിത്തീർന്നു, ഗതത്രവ നിർലജ്ജരായിത്തീർന്നു, വെറും ദുരബാധിച്ചവരുമായിട്ട് ഭവിച്ചു എന്ന് പറയുകയാണ്. ലക്ഷ്മി ഭഗവതി ദേവന്മാരുടെ കൂടെ ചെന്ന് ഭഗവാന്റെ മാർഗത്തിലാണ്ട് ഇരുന്നപ്പോൾ അവരുടെ ദേവിയുടെ കടാക്ഷം ഇല്ലാത്തതുകൊണ്ട് അസുരന്മാരെല്ലാവരുടെയും അവരുടെ ഐശ്വര്യം മുഴുവനാണ് നശിക്കുകയും ചെയ്തു. ആ സമയത്ത് അഥാസേൽ വാരുണീ ദേവി കന്യാ കമലലോചന അസുരാജഗൃഹുസ്താം വൈ ഹരേരനുമതേനതേ. ആ സമയത്ത് ഇങ്ങനെ മഥനം തുടങ്ങുന്ന സമയത്ത്, പാലാഴി മഥനം തുടങ്ങുന്ന സമയത്ത് കമലലോചന, ആ കന്യ നല്ല ചെന്താമര പോലെ ചുവന്ന കണ്ണിണകളോട് കൂടിയിട്ടുള്ള കന്യകയായിട്ടുള്ള വാരുണീ ദേവി, അതായത് മദ്യത്തിൻ്റെ ദേവതയാണ് വാരുണീ ദേവി. ആ പെട്ടെന്ന് അങ്ങനെ ഉണ്ടായി. താം വൈ, അവളെയാകട്ടെ ഹരേ അനുമതേന, മഹാവിഷ്ണുവിൻ്റെ അനുവാദത്തോടെ തേ അസുര, ആ അസുരന്മാരെ ജഗൃഹു സ്വീകരിച്ചു എന്ന് പറയാണ്. അധോദതേർമധ്യമാനാൽ കാശ്യപൈരമൃതാർത്ഥിവി ഉദതിഷ്ഠൻ മഹാരാജ പുരുഷ പരമാദ്ഭുത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ മഹാരാജൻ അമൃതാർത്ഥിവി കാശ്യപൈ അധ മധ്യമാനാൽ, വീണ്ടും ആ അമൃത് ആഗ്രഹിച്ചുകൊണ്ട് കശ്യപുത്രന്മാരാൽ സമുദ്രം മഥനം ചെയ്യപ്പെട്ട സമയത്ത് എന്താണ് ഉദധേ, പാലാഴിയിൽ നിന്ന് പരമാത്ഭുത പുരുഷ ഉദതിഷ്ഠൽ, അത്യത്ഭുത സ്വരൂപിയായിട്ടുള്ള ഒരു പുരുഷൻ അങ്ങോട്ട് ഉത്ഥാനം ചെയ്തു. അതാണ് ഭഗവാന്റെ ധന്വന്തരി അവതാരം. ദീർഘവീവരദോർദണ്ഡ കമ്പുഗ്രീവോരുണേക്ഷണ ശ്യാമളസ്തരുണ സ്രഗ്വി സർവാഭരണഭൂഷിത പീതവാസ മഹോരസ്ക സുമൃഷ്ടമണികുണ്ടല സ്നിഗ്ധകുഞ്ചിതകേശാന്ത സുഭഗ സിംഹവിക്രമ അമൃതാപൂർണകലശം ബിഭ്രൽവലയഭൂഷിത സവൈ ഭഗവത സാക്ഷാൽ വിഷ്ണോരംശാംശ സംഭവ ധന്വന്തരിരിക്കാത ആയുർവേദ ദൃഗിജ്യഭാഗ്. ഹരേ നാരായണ. ദീർഘപീവരദോർദണ്ഡ, അതായത് നല്ല നീണ്ട്
തടിച്ചിട്ടുള്ള കൈത്തണ്ടകൾ, കമ്പുഗ്രീവ ശംഖാകൃതിയിലുള്ള കഴുത്ത്, മഹോരസ്ക വിരിഞ്ഞ മാറിടം, അരുണേക്ഷണ നല്ല ചുവന്ന കണ്ണിണകൾ, ശ്യാമളസ്ഥര് നല്ല ശ്യാമനിറത്തോടു കൂടിയിട്ടുള്ള യൗവനയുക്തനായിട്ടുള്ള ശരീരത്തോടു കൂടിയവൻ, സ്രഗ്വി പൂമാല അണിഞ്ഞുണ്ട്, സർവ്വ ആഭരണഭൂഷിതം, ഒപ്പം തന്നെ സർവ്വ ആഭരണ വിഭൂഷിതനാണ്, മഞ്ഞ പീതവാസ മഞ്ഞപ്പെട്ട് ധരിച്ചിട്ടുണ്ട്, സുമൃഷ്ടമണി കുണ്ടല തിളങ്ങുന്ന നല്ല രത്നം പതിച്ചുള്ള കുണ്ടലങ്ങൾ അണിഞ്ഞിട്ടുണ്ട്, സ്നിഗ്ധ കുഞ്ചിത കേശാന്ത നല്ല എണ്ണമയുള്ളതാണ്, സ്നിഗ്ധമായിട്ടുള്ള അറ്റം ചുരുണ്ടതായിട്ടുള്ള തലമുടിയാണ് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വേഷം, സിംഹവിക്രമസ് നല്ല സിംഹപരാക്രമിയാണ്, വലയഭൂഷിത വളകൾ അണിഞ്ഞിട്ടുണ്ട്, സുഭഗ അതിസുന്ദരനാണ്, അമൃതാപൂർണ കലശം അമൃതം കൊണ്ട് നിറഞ്ഞുള്ള ഒരു കുംഭത്തെ ബിഭ്രൽ വഹിച്ചുകൊണ്ട് ആവിർഭവിച്ച സവൈ അദ്ദേഹമാകട്ടെ ഭഗവത സാക്ഷാൽ വിഷ്ണു ഭഗവാനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശാംശ സംഭവ അംശത്തിൻ്റെ അംശം കൊണ്ട് അവതരിച്ചവനും ഇജ്യഭാഗ് യജ്ഞങ്ങളിൽ ആവിർഭാഗത്തിന് അധികാരിയും ധന്വന്തരി ഇരിക്കാത ധന്വന്തരി എന്ന നാമത്താൽ പേരുകേട്ടവനുമായ ആയുർവേദദൃക് ആയുർവേദത്തിൻ്റെ ദ്രഷ്ടാവുമത്രേ. തമാലോക്യ അസുരാ സർവേ കലശം ചാമൃതാവൃതം ലിപ്സന്തഃ സർവവസ്തൂനി കലശം തരസാഹരൻ. എന്തിന് ഭഗവാൻ ഈ കലശം കൊണ്ടാണ് പൊന്തി വരണ സമയത്ത് ഇവിടെ വിവാഹം ലക്ഷ്മി സ്വയംവരത്തിൻ്റെ തിരക്കുകളും ബഹളം അതിലിങ്ങനെ മുഴുകിയിരിക്കുക ദേവന്മാരുടെ ഈ വശത്തൊക്കെ പെട്ടെന്നാണ് ഭഗവാൻ അങ്ങനെ പൊന്തി വന്നത്. ആ സമയത്ത് അമൃതാമൃതം തം കലശം അമൃതപൂരിതമായിട്ടുള്ള കലശത്തെ ആലോക്യ കണ്ടിട്ട് സർവവസ്തൂനി ലിപ്സന്ത എല്ലാ വസ്തുക്കളെയും കൈക്കലാക്കാൻ ആശിക്കുന്നവരായിട്ടുള്ള ആസുരാ സർവേ അസുരന്മാരെല്ലാവർക്കും നേരത്തെ പറഞ്ഞില്ലേ അവർക്ക് ആ സ്ത്രീയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോണ്ടല്ലോ എല്ലാറ്റിലും ആഗ്രഹം വന്നു എന്ന് പറഞ്ഞാൽ നിർലജ്ജരായിട്ട് ദുരബാധിച്ചവരായി എന്നൊക്കെ നേരത്തെ പറയണ്ടായി. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഒന്നും തണക്കൊന്നും കിട്ടില്ല, ഇനിയിപ്പോൾ എന്താ വന്ന് ചൊക്കെ എടുക്കാന്നുള്ള ഭാവത്തിലാണ് അവരിരിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്തു കലശം തരസ ആഹരൻ പെട്ടെന്ന് അവരെല്ലാവരും കൂടി കയറി ചെന്നിട്ട് ധനേന്ദ്രമൂർത്തിയുടെ കയ്യിൽ നിന്ന് ആ കലശത്തെ തട്ടിപ്പറിച്ച് അങ്ങനെ എടുത്തു. നീയമാനേ സുരൈസ്തസ്മിൻ കലശേ മൃതവാചനെ വിഷണ്ണ മനസോ ദേവാ ഹരിം ശരണമായയോ. അമൃതവാചനെ തസ്മിൻ കലശേ എന്താണ് ആ അമൃതം പാത്രമായിട്ടുള്ള കലശം അസുരരാ ഇങ്ങനെ കൊണ്ടുപോകപ്പെടുമ്പോൾ ദേവാ വിഷണ്ണ മനസ്സ ദേവന്മാരെല്ലാവരും വിഷാദം പൂണ്ട മനസ്സോട് കൂടിയിട്ട് ഹരിം ശരണമായയോ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. വീണ്ടും ഇതി ദൈന്യമാലോക്യ ഭഗവൻ ഭൃത്യകാമകൾ മാഖിദ്യതമിതോർത്ഥം വ സാധയിഷ്യേ സ്വമായയാ. ഇതി തദ്ദൈന്യം ആലോക്യ അവരുടെ ആ ഇപ്രകാരമുള്ള ദീനതയെ കണ്ടിട്ട് ഭൃത്യകാമകൾ തൻ്റെ ഭൃത്യന്മാരുടെ അഭിലാഷത്തെ നടത്തി കൊടുക്കുന്ന ഭഗവാൻ എന്ത് ചെയ്തു മാഖിദ്യ വ അർത്ഥം സ്വമായയാ. അതായത് നിങ്ങളൊന്നും വ്യസനിക്കണ്ട, അർത്ഥം നിങ്ങളുടെ കാര്യം എൻ്റെ മായയാൽ പരസ്പര മത്സരത്താൽ പരസ്പര മത്സരത്താൽ സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു ഭഗവാൻ. എന്നിട്ട് എന്ത് ചെയ്തു മിഥക്കളിരൂൽത്തേഷം തദർത്ഥേ ദർശചേതസം അഹം പൂർവം നത്വമിതി പ്രഭോ. ഈ ഭഗവാന്റെ മായ നേരത്തെ പറഞ്ഞില്ലേ ആ മിഥ പരസ്പരം മത്സരം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് അപ്പോഴേക്കും ഭഗവാൻ വിചാരിച്ചപ്പോഴേക്കും അത് അവിടെ ഉണ്ടാവാൻ തുടങ്ങിയതാണ് പറയണത്. മിഥ കലിരഭൂത്തേഷം ഇതാണ് പ്രഭോ രാജാവിനോട് പറയാണ് ശ്രീ ബ്രഹ്മർഷി നോക്കൂ ഇതാണ് ആ അമൃതിന് വേണ്ടിയിട്ട് തദർത്ഥേ തരിഷ ചെയ്ത ആഗ്രഹം കൊണ്ടുള്ള മനസ്സോട് കൂടിയിട്ടുള്ള തേഷാം അവരുടെ ഇടയിൽ ഈ അസുരന്മാരുടെ ഇടയിൽ മീഥ പരസ്പരം കലഹണ്ട എങ്ങനെ അഹം പൂർവം ഞാൻ ആദ്യം കഴിക്കണം നത്വം നീയല്ല ഈ രീതിയിലുള്ള കലഹം ഉത്ഭവിച്ചു പറയുകയാണ്. എല്ലാവരുടെ കയ്യിൽ കുടം അങ്ങോട്ട് കൊണ്ട് തട്ടിപ്പറിച്ചുകൊണ്ട് അവരങ്ങനെ തമ്മിൽ തല്ലിക്കൊണ്ട് നടക്കുകയാണ്. ദേവാസ്വം ഭാഗമർഹന്തി യേ തുല്യായ സഹേതവ സത്രയാഗ ഇവേദസ്മിൻ ഏഷ ധർമ്മഃ സനാതന ഇതി സ്വാൻ പ്രത്യക്ഷേതൻ വൈ ധൈര്യേയാ ജാതമത്സര ദുർബല പ്രബലാൻ എന്നാണ് പ്രബലാൻ എന്നാവാം, രണ്ടും ആവാം. ശക്തി ഏറിയുള്ള ആരേതാണ് സബലാൻ എന്ന് പറഞ്ഞാൽ പ്രബലാൻ എന്നാവാം. രാജൻ
ഗൃഹീത കലശന്മുഹു. എങ്ങനെയാണ് അസുരന്മാരുടെ ഇടയിൽ രണ്ട് പക്ഷങ്ങളായി? അതായത് ചിലർ പറയേണ്ട അങ്ങനെയാണ്, അവർക്ക് വലിയ ശക്തി ഇല്ലാത്ത ആൾക്ക് ദുർബലന്മാരാണ്. അവരെന്ത് പറയുകയാണ്? ദേവാ സ്വം ഭാഗമർഹന്തി. നോക്കൂ, ഇത് എങ്ങനെയാണെങ്കിൽ മത്സരം എന്താണ്? ഏ തുല്യായ ആസഹേതവ. അവർ നമ്മളെ മാതിരി പരിശ്രമിച്ചിട്ടാണ് ഈ കടയാനൊക്കെ കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കും ദേവന്മാർക്കും കൊടുക്കണം എന്ന് പറയാണ്. ഇത് വലിയ തുല്യ എന്നിട്ടോ. ഇത് മാത്രമല്ല, തേ ദേവാ സത്രയാകെ ഏതസ്മിൻ സ്വം ഭാഗം. അവർക്ക് അവരുടെ ആ ഭാഗം കൊടുക്കണം. അവർക്ക് അവർ അർഹിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം അസുരന്മാരെ, അവർ കുറച്ച് ദുർബലന്മാരാണ് പറയുന്നുണ്ട്. ആ സമയത്ത് സബലൻ രാജൻ അവരോ ഇതിസ്വാൻ പ്രതിഷേധാൻ വൈ ധൈര്യാജാത മത്സര. അപ്പൊ ശക്തിയേറിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ അമൃതകുംഭത്തെ കൈക്കലാക്കിയിട്ട് ഈ പറയുന്ന തങ്ങളുടെ ആൾക്കാരെയൊക്കെ വിലക്കി വിലക്കിക്കൊണ്ട് അവരെ ഇന്ന് ശ്രദ്ധിക്കാണ്ട് ശക്തിയുള്ള അസുരന്മാര് അതുകൊണ്ടാണ് ഓടാനും തുടങ്ങി. അങ്ങനെ തമ്മിൽ കലഹം അങ്ങനെ മൂർധിച്ച് വരികയാണ്. ആ സമയത്ത് ഏതസ്മിന്നന്തരേ വിഷ്ണു സർവോപായ വിധീശ്വര യോഷിൽ രൂപമനിർദ്ദേശ്യം ദദാരപരമാത്ഭുതം. ഈ സമയത്ത് ഇതിനിടയ്ക്ക് സർവോപായവിൽ എല്ലാ ഉപായങ്ങളും അറിയുന്നവനായിട്ടുള്ള ഈശ്വര വിഷ്ണു, ഈശ്വരനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു പരമാത്ഭുതം അനിർദ്ദേശ്യം യോഷിൽ രൂപം ദധാര. അത്യത്ഭുതകരമായിട്ടുള്ള ഇതുവരെ കാണാത്ത അവർണ്ണനീയമായിട്ടുള്ള ഒരു സ്ത്രീ രൂപത്തെ അങ്ങോട്ട് ധരിച്ചു. എന്നിട്ടോ ആ ദേവിയുടെ രൂപം വർണ്ണിക്കുകയാണ്. പ്രേക്ഷണീയോൽപലശ്യാമം സർവാവയവസുന്ദരം സമാനകർണാഭരണം സുഖപോളുന്നസാനനം നവയൗവന നിർവൃത്ത സ്തനഭാരസോദരം മുഖാമോദാനുരക്താളി ജങ്കാരോദ്വിഗ്നലോചനം ബിഭ്രൽ സ്വകേശഭാരേണ മാലം ഉൽഫുല്ലമല്ലികം സുഗ്രീവകണ്ഠാഭരണം സുഭുജാംഗദഭൂഷിതം വീരജാംബരസംവേദ നിദംബദ്വീപശോഭയാ കാഞ്ചാ പ്രവിലസൽവൽക്കു ചലച്ചരണനൂപുരം സംവ്രീഡസ്മിതവിക്ഷിപ്ത ഭ്രൂവിലാസാവലോകനൈ ദൈത്യയൂതവചേതസ്സു കാമമുദ്ദീപയന്മുഹു. ആ ദേവിയുടെ എന്താണ് കാമരൂപിണിയായിട്ടുള്ള ദേവിയുടെ മോഹം എങ്ങനെയാണ്? അസുരന്മാരുടെ അങ്ങനെ ഇടയിലേക്കാണ് ദേവിയാണ് ചെല്ലുകയാണ്. ഒരു സ്ത്രീരൂപം ധരിച്ചിട്ട് നല്ല നീല താമര പോലെ അങ്ങനെ കാണാൻ മനോഹരമായിട്ടുള്ള നിറം, എല്ലാ അവയവങ്ങളും അതിസുന്ദരാണെന്നാണ് പറയുന്നത്. തുല്യങ്ങളായിട്ടുള്ള കുണ്ടലങ്ങളുണ്ട്, അതിൻ്റെ കാന്തി കൊണ്ട് തിളങ്ങുന്ന കവിൾത്തടങ്ങൾ, ഉയർന്ന മൂക്ക്, പിന്നെയോ നവയൗവനത്തിനകത്ത് ഇടതോർന്ന് വരുന്ന മാരടങ്ങൾ, അതിൻ്റെ ഭാരം കൊണ്ട് കൃശായിട്ടുള്ള വയറ്, ഉദരം, മുഖസൗരഭ്യം കൊണ്ട് ആകൃഷ്ടങ്ങളായിട്ടുള്ള വണ്ടുകളുടെ മുരളി കൊണ്ട് അങ്ങനെ ആ വരണ്ടുകളുടെ സംഭ്രാന്തമായിട്ടുള്ള കണ്ണിണകൾ, സമൃദ്ധിയായിട്ട് വളർന്നുള്ള മുടിയിലും ഇങ്ങനെ വിടർന്നുള്ള മുല്ലമാല, അഴകാർന്ന കഴുത്തിലണിഞ്ഞുള്ള ആഭരണങ്ങൾ, തോൾവളകൾ, സുന്ദരമായിട്ടുള്ള കൈകൾ, നല്ല മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. സ്വർണ്ണമയമായിട്ടുള്ള അരഞ്ഞാണ്, മെല്ലെ മെല്ലെ കിലുങ്ങുന്ന ചിലങ്കകൾ, അല്പം ലജ്ജകളെന്നുള്ള പുഞ്ചിരി, ആ പുരികക്കൊടികളുടെ ശൃംഗാരപൂരിതായിട്ടുള്ള ആ ചലനത്തോടു കൂടിയുള്ള കടാക്ഷം, ഇതെല്ലാം കൂടി അസുരന്മാരുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത കാമാവേശം ഉണ്ടാക്കിക്കൊണ്ടാണ് ദേവിയുടെ ഈ രൂപം. ഇത് കണ്ടിട്ട് അസുരന്മാരെല്ലാവരും കാമവരസരായി എന്ന് പറയുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ ഭഗവൻ മായോപലംബനം നാമ അഷ്ടമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.